ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയും സംഖ്യയല്ലേ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ക്രിസംഖ്യയാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊരു വലിയ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ജൂതന്മാരോട് ഒരു വലിയ വിരോധമുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരും ഫലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി പെടുന്ന ആരും ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന കണ്ടിട്ടില്ല. ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി, ഇസ്രായേൽ റൗഡിയാണെന്ന് ആരാ പറയുന്നത്, മുഹമ്മദ് റിയാസ്, ഇസ്രായേൽ ഗുണ്ടയാണെന്ന് MAVB. അതുപോലെ തന്നെ MAVBയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൈരളി കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ പോളിറ്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത്, ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. പിന്നെ അത് മുഹമ്മദ് റിയാസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കൈരളി വന്നതാണ്, സമാധാനത്തിന് ഭീഷണിയായ ഭൂലോക റൗഡിയാണ് ഇസ്രായേൽ, ഇറാന് നേരെയുള്ള കടന്നാക്രമണം പ്രതിഷേധാർഹം. അപ്പോൾ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിനെതിരെ ഈ മുഹമ്മദ് റിയാസ് എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നു? അവിടെ നല്ല യുദ്ധം തുടങ്ങുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ചരിത്രത്തിൻ്റെ ക്ലാസ് എടുക്കും, എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ യുദ്ധം കാണാൻ തുടങ്ങിയത്, എങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ആളെ പറ്റിക്ക് ഇറങ്ങരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ഈ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഇരുന്ന ആൾക്കാർ ഇസ്രായേലിനെതിരെ മാത്രമേ ഡയലോഗ് അടിക്കത്തുള്ളൂ. ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറയും സംഖ്യയല്ലേ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ക്രിസംഖ്യയാണോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് BJP മെമ്പർഷിപ്പ് ഒന്നുമില്ല. പിന്നെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയാം, നരേന്ദ്രമോദി വേണോ രാഹുൽ ഗാന്ധി വേണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത് ഞാൻ ആലോചിക്കത്തില്ല, നരേന്ദ്രമോദി എന്ന് തന്നെ പറയും. അതിൻ്റെ പേര് നിങ്ങൾ ഇപ്പോൾ എന്നെ എന്ത് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് രാജ്യത്ത് വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ലീഡറിനെയാണ്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നമ്മുടെ റോഡ്, ഹൈവേയുടെ വികസനം, അതുപോലെ തന്നെ റെയിൽവേ, എയർപോർട്ടുകളുടെ വികസനം, ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, എയിംസ് വരുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ പോളിസി ഗംഭീരമാണ്. ഇന്നലെ ഇറാനിൽ നിന്നും അവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോറിൻ പോളിസി, പല യുദ്ധമുള്ള സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പൗരന്മാരെ കൃത്യമായി നമ്മൾ തിരിച്ചെത്തിക്കുന്നുണ്ട്. ഫോറിൻ പോളിസി അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, അപ്പം സിന്ദൂർ വിഷയത്തിൽ നമ്മൾ കണ്ടു. ഇങ്ങോട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ കൊട്ടിക്കണ്ട രീതിയിൽ കൊടുക്കാൻ നമുക്കറിയാം. പഴയ പോലെ പാർലമെൻറ്റിൽ ഇരുന്ന് കരയാനോ ബഡ്ജറ്റില്ലെന്നും പറഞ്ഞ് നിലവിളിക്കാനോ ഒന്നും നമ്മളിപ്പോൾ നിൽക്കാറില്ല. നമ്മളിപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ലീഡർ വേണം. അതുപോലെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് മോദി എല്ലാവർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മോദി ഓർ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ രണ്ടാമത് ഞാൻ ആലോചിക്കത്തില്ല നരേന്ദ്രമോദി എന്ന് പറയാൻ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പേരിലിരുന്ന് ഡയലോഗ് അടിക്കുന്ന ഒരാളാണ്. ഇന്ദിരയുടെ മൂക്കുണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോഴും കുറേ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളി കുറേ നാളായിട്ട് ഇങ്ങനെ ഭാവി പ്രധാനമന്ത്രിയായിട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. കൃത്യമായി പറഞ്ഞാലും പിന്നെ എന്താണ് സംഖ്യ എന്ന് വിളിച്ചാലും എന്നെ ഇത് ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. ഇസ്രായേലായാലും ഇറാനായാലും യുദ്ധം അവസാനിക്കണം. കാരണം നമ്മളെ അത് ബാധിക്കും, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ അത് ബാധിക്കും. ഈ യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല, ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യമാണ്, പരിഹാരമല്ല. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിലെ ഇഷ്ടം പോലെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു. ഇവരുടെയൊക്കെ ജോലിയെ ബാധിക്കും. ഇറാനിലൊക്കെ പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ ഇതൊക്കെ ബാധിക്കും. അപ്പം യുദ്ധം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വിഷയം. പക്ഷേ ഈ ഇരട്ടത്താപ്പിനോട് എനിക്ക് താല്പര്യമില്ല. നിലവിൽ ഈ യുദ്ധത്തിൽ നീതി തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ പക്ഷത്താണ്. ഇത് പറയുമ്പോൾ എനിക്കിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സപ്പോർട്ട് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 3-4 വീഡിയോ ഇട്ട് കുറേ ചാനൽ ഞാൻ കണ്ടു, ലക്ഷങ്ങളാണ് വ്യൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങളിത് കാണുന്ന ഒരാളാണ്, ഞാൻ പറയുന്ന കാര്യത്തിൽ 1% ശരിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം അവിടെയാണ് നമ്മുടെ പിന്തുണ വരുന്നത്. 2, നിങ്ങളൊരു കമൻ്റ് ഇടുക. കമൻ്റ് ഇടാൻ നേരത്ത് ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് പോകും. 3, നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ വീഡിയോയുടെ താഴെ നോക്കാൻ നേരത്ത് ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, നിങ്ങൾ ആ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ വരും. വാട്സപ്പിലേക്ക് നിങ്ങൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഒരു 10 സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് പറയാം, ഇത് പൂർണ്ണമായിട്ടും കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്ന് നിനക്ക് തോന്നിയതെന്ന് ചോദിക്കുക. ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ഈ ചാനൽ ഫോളോ ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് കിട്ടത്തില്ല. ഒരു ഭാഗത്ത് ഇസ്രായേലിനെ നമ്മളൊന്ന് പിന്തുണച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ നമ്മളെ വർഗീയവാദിയാക്കി കളയും. എന്തെവിടെ സംഭവിച്ചാൽ ഒക്ടോബർ 7-ാം തീയതി നമ്മൾ കാശ്മീരിൽ നടന്നത് തന്നെയല്ലേ ഇസ്രായേലിൽ നടന്നത്. ഹമാസ് കയറി സാധാരണക്കാരെ സിവിലിയൻസിനെ ഇല്ലാതാക്കും. അത് പിന്നെ എന്താണ്, പോരാട്ടമാണ്, സ്വാതന്ത്ര്യ സമരമാണ്. ഞാനത് സ്വാതന്ത്ര്യ സമരം എന്നൊന്നും പറയുന്നില്ല. കുറേ ആൾക്കാർ ഇവിടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നു. അതിനെ സ്വാതന്ത്ര്യ സമരം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് എത്ര കേരളത്തിലെ രാഷ്ട്രീയ മുഹമ്മദ് റിയാസ് കടന്ന ആക്രമണം എന്നൊക്കെ പറയുന്നത്, അന്ന് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇസ്രായേലിൽ നിരപരാധികളെ ഇല്ലാതാക്കി, റോഡിൽ കൂടെ പോകുന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലുക, വീട്ടിൽ കയറി വെടിവെച്ച് കൊല്ലുക, പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ 1200 മനുഷ്യർ, കുറേ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി, കുറേ ആൾക്കാരെ പിടിച്ച് ഹോസ്റ്റേജ് ആക്കി, കുറേ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ, ആ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് പറയാം, കുറേ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ അവർ കൊണ്ടുപോയി. ശരിയാണോ അത്? ഒട്ടും ശരിയല്ല. നമ്മുടെ കേരളത്തിലിരുന്ന് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചോ? ആരും പ്രതികരിച്ചില്ല.
ഒരു 4 പേര് വട്ടം ചുറ്റിയിരിക്കുന്ന ഒരു ചാനലിലെ തമ്മനയിൽ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നറിയാം അവർ അടിച്ചു വിടുന്നത്. വെളുപ്പിക്കുന്ന പരിപാടി. എന്തിനെ മനസ്സിലായില്ലേ എന്തിനെ വെളുപ്പിക്കുന്നതെന്ന്? യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ നിരപരാധികൾ വരെ ഹമാസിനെ തള്ളിപ്പറയാൻ തുടങ്ങുന്നത്. അത് ചെറിയ ന്യൂനപക്ഷമാണ്. വലിയൊരു ശതമാനം ഇപ്പോഴും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഭീകരവാദികൾ എന്നാണ്. ഇപ്പം പാകിസ്ഥാനിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെ നമ്മൾ ഭീകരവാദി എന്നും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന നിരപരാധികളെ നമ്മൾ സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് നയം. കാര്യം ഈ ഭീകരതയുടെ ഇരയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് മാറിക്കഴിഞ്ഞാൽ കാര്യം മാറി ചർച്ച ചെയ്ത് പരിഹരിക്കുക. അല്ലാതെ ഇസ്രായേലിന് നേരെ നിങ്ങൾ തോക്ക് ചൂണ്ടി എന്തെങ്കിലും നേടാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നേടാൻ പറ്റും. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരുന്ന് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് മുതൽ തെമ്മാടി രാഷ്ട്രം. ഇതേ മുഖ്യമന്ത്രി കൃഷി പഠിക്കാൻ വേണ്ടി ഇവിടുന്ന് ഒഫീഷ്യൽ സംഘത്തെ അയച്ചത് ഇസ്രായേലിലേക്കാണ്. മനസ്സിലായില്ലേ? ഇത് എത്രയൊക്കെ ഉള്ളൂ കാര്യം. ഇവിടെ കുറെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആളെ ഇടുന്നു, വന്നിട്ട് കൃഷി പഠിക്കുന്നു, ഇവിടെ ടെക്നോളജി യൂസ് ചെയ്യുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഇന്ന് ഇസ്രായേലിനെ തെറി വിളിക്കുന്നു. ഇതൊരു നന്ദിയില്ലാത്ത. ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ ശതമാനം ആൾക്കാർ, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാർ, അവർ ഇസ്രായേലിൽ എന്ത് സംഭവിച്ചാലും അവർ മിണ്ടില്ല. അത് അവിടുത്തെ സാധാരണക്കാർക്ക് എന്ത് സംഭവിച്ചാലും മിണ്ടില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മൾ മലയാളിയായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഇസ്രായേലും അവരിപ്പോൾ ഇറാൻ വിഷയത്തിൽ അവർ വീഡിയോ ഇടാൻ നേരത്തെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നിങ്ങളവിടെ കിടന്ന് തട്ടിപ്പോകുന്നു, അവരെ സംഖ്യ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. അവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ ഇരുന്ന ആൾക്കാർ പറയുന്നത്. ഇപ്പം ഇവർക്ക് താല്പര്യം എന്താ? ഇവരാരോടൊപ്പമാണ് ചില ആൾക്കാർ ഇവിടെ നിൽക്കുന്നത്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരോടൊപ്പം? ഫലസ്തീനോടൊപ്പം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇറാനോടൊപ്പം. നമുക്കിടയിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന മനുഷ്യന്മാർ അവിടെ പോയി നിൽക്കാൻ നേരത്തെ അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇവിടെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഇസ്രായേലിലെ മലയാളികൾക്കെതിരെയാണ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്ത് പ്രത്യേക ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ജൂതന്മാരോട് ഒരു വലിയ വിരോധമുണ്ട്. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ MA ബേബിയും അതുപോലെ മുഖ്യമന്ത്രിയും ഈ മുഹമ്മദ് റിയാസും ഒക്കെ ഇരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ. തിരിച്ചാണെങ്കിൽ ഒരു പറയത്തിട്ടുണ്ട്, ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെടുന്ന ആൾക്കാരും ഫലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി പെടുന്ന ആരും ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന കണ്ടിട്ടില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രമുള്ളതാണോ? അല്ലല്ലോ. ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും മനുഷ്യത്തെ എല്ലാ ഭാഗത്തും വേണം. കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഹിന്ദു വിഭാഗം ഒരു ഭൂരിപക്ഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഭൂരിപക്ഷമൊക്കെ മാറി അതിങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ്. രണ്ടാമത് നിൽക്കുന്ന മതവിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മൂന്നാമത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പോൾ വലിയ വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള പൊളിറ്റിക്സിൽ. പക്ഷേ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്കിന് വേണ്ടി ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും BJPയുടെ പേരും പറഞ്ഞുകൊണ്ട് കളിക്കുന്നത് അന്യായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഇത് പച്ചക്കാരും പറയുന്നില്ല എന്നുള്ളതാണ്. അന്യായ വോട്ട് ബാങ്ക്. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ തന്നെ നോക്കുക. RSSനെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചിട്ട് ഓപ്പോസിറ്റിലുള്ള ആൾക്കാരെല്ലാം നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്ത് മതേതരവാദികളാക്കി. അതെന്തൊരു പരിപാടിയാണ്. ഈ സ്വരാജൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ സ്വരാജ് വലിയ തീവ്ര വിപ്ലവമാണ്. പുള്ളി 1200ഓളം നിരപരാധികളായിട്ടുള്ള ഇസ്രായേലുകാരെ ഹമാസ് ഇല്ലാതാക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് ഫലസ്തീനികൾ എന്ത് ചെയ്താലും അവർ നിരപരാധികളാണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞൊരു മനുഷ്യൻ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ലോജിക്കുന്നു. ഫലസ്തീനിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ ഹമാസിലും പ്രവർത്തിക്കുന്നത്. അവരല്ലേ ഈ ക്രൂരത ചെയ്ത്. അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന പരിപാടി ചെയ്ത ഒരാൾ കേരളത്തിൽ വിപ്ലവ പോരാളിയെന്നും മതേതരവാദിയെന്നും ഈ വർഗീയവാദികളെ വോട്ട് വേണ്ടെന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കേരളം നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്കാണ്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചില പാട്ടുകാരൊക്കെ വീണ്ടും ഒരു ജാതി എന്ന് പറയുന്ന ഒരു സംഭവം കുത്തിക്കരുന്നുണ്ട്. ഇത് അറിഞ്ഞോ അറിയാതോ ഇവരൊക്കെ ഇതിനകത്ത് പോയി വീഴുന്നുണ്ട്. കാരണം ഇതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കളെ എന്നുള്ളതാണ്. ഇത് ബ്രിട്ടീഷുകാർ ചെയ്ത പരിപാടിയാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർ LDFൻ്റെ UDFൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് അധികാരം, ഈ നാട്ടിൽ എന്ത് നയം, ഈ നാട്ടിൽ എന്ത് വിദ്യാഭ്യാസം നയം നടപ്പിലാക്കണം, ഈ നാട്ടിൽ എന്ത് വ്യവസായം നയം നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. അതിപ്പോൾ LDFൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും കുറേ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമുള്ളൊരു പാർട്ടിയുണ്ട് ഘടകകക്ഷിയായിട്ട്. അതുപോലെ UDFൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയുണ്ട്. ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കേരളത്തിലെ ആൾക്കാർ വിളിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ മതേതര മീഡിയക്കാരുണ്ട് കേട്ടോ, ഇവർ വിളിക്കുന്നത് മതേതര പാർട്ടിയിൽ നിന്ന്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ MLA മാരും MP മാരും മാത്രമായിട്ടുള്ളൊരു പാർട്ടി, അതിൻ്റെ തലപ്പത്ത് ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഇല്ലാത്തൊരു പാർട്ടി, അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ മാത്രം കൂടുതൽ വിഷയമായി എടുക്കുന്നൊരു പാർട്ടി, അവർ കേരളത്തിൽ മതേതര പാർട്ടിയാണ്. ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇവരും പറയുന്നത് ഇവർ മതേതരന്മാരാണെന്നാണ്. LDFകാരും പറയുന്നത് ഈ രണ്ട് മുന്നണിയും കേരളത്തിൽ പറയുന്നത് ഇവർ മതേതരന്മാരാണ്. ഇതാരെ കാണിച്ചാൽ പേടിപ്പിക്കുന്നത്? ഈ കേരളത്തിൽ 0 സീറ്റുള്ള BJP കാണിച്ചിട്ടാണ് ഈ ടീം രണ്ടും കൂടെ ഇവിടെ ഈ കലാപരിപാടി ചെയ്യുന്നത്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, മുനമ്പം വിഷയത്തിൽ കേരളത്തിൽ ക്രിസ്ത്യൻസിന് വലിയ ഒരു പ്രാധാന്യമില്ല എന്ന് തെളിയുന്നതാണ് മുനമ്പം വിഷയം. കുറേ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരും ഈ മുനമ്പം വിഷയത്തിൽ ഇപ്പം വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു പള്ളിക്കുള്ളിൽ സമരത്തിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനുണ്ട്. ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല, കേരളത്തിലെ മീഡിയ തിരിഞ്ഞു നോക്കിയില്ല, സോഷ്യൽ മീഡിയയാണ് ഈ വിഷയം ഏറ്റെടുത്തത്. പിന്നെ സുരേഷ് ഗോപി വന്നപ്പം കുറച്ച് വാർത്തക്കാർ വന്നു, ഇതൊന്ന് ചർച്ചയായി. എത്ര നാളിന് ശേഷമാണെന്നോ ഇവിടെ മീഡിയക്കാർ വന്നത്, എന്തുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാമെന്ന്. ആ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഏകദേശം തീർന്നു. കാരണം ഇവരുടെ ഒരു തലമുറ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയി, അവിടെയൊക്കെ സെറ്റിലായി. ഇപ്പം ഗൾഫിൽ പോകുന്നവർ തിരിച്ചു വരും, ഈ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു വലിയ പാടാണ്, അങ്ങനെ ആയിപ്പോയി. ഇപ്പം ആ ഒരു വോട്ട് ബാങ്ക് അല്ല. ഇപ്പം കേരളത്തിൽ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്കിനെ നമുക്ക് ഒരു ചെറിയ ശതമാനമെങ്കിലും കൂടെ നിർത്തണം. അങ്ങനെ കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരണം. അതായത് ഫലസ്തീനെയും അല്ലെങ്കിൽ ഇറാനെയൊക്കെ നമ്മളിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അവരിപ്പോൾ എന്ത് ചെയ്താലും നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ഇതിൻ്റെ പേരാണ് കേരളത്തിലെ മതേതരത്വം. ഈ മതേതരത്വത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഒരു സൈഡിൽ നിന്നിട്ട് മതേതരത്വവും ഒരു സൈഡിൽ പോയി വർഗീയതയും പറയും. മനസ്സിലായില്ലേ? വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കണ്ടുകൊണ്ട് ആ പരിപാടി ഇവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ BJP ഇവിടെ അധികാരത്തിൽ വരും. ഇപ്പം ആൾക്കാർ നോക്കാൻ നേരത്ത് നിങ്ങൾ ഒന്നാം തരം വർഗീയ പാർട്ടിയോടൊപ്പം പോയി നിന്നിട്ട് മതേതരത്വം പറയുന്നു, ഓപ്പോസിറ്റ് ആയിട്ട് BJP നിൽക്കുന്നു. അപ്പോൾ BJP ആണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, എന്നാൽ പിന്നെ അവർക്ക് വോട്ട് കൊടുത്തപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും വന്നൂടെ എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തെ മലയാളിയെ കുറ്റം പറയാൻ പറ്റും. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് തൃശ്ശൂർ കണ്ടത്. തൃശ്ശൂർ ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോയി നല്ലൊരു സ്ഥാനം കിട്ടിയപ്പം ഈ സുരേഷ് ഗോപി ഇവിടെ കുറേ ആൾക്കാർ പറയും നാട്ടുകാരെ പറ്റിച്ചെന്ന്. ഒന്നുമില്ല, ഇലക്ഷനാണ്, വോട്ടാണ്. 5 വർഷത്തേക്ക് അവിടെ MP ആയി സുരേഷ് ഗോപി തന്നെ ഉണ്ട്. 5 വർഷം കഴിയുമ്പോഴേ അടുത്ത ഇലക്ഷൻ കിട്ടാം. അതായത് അന്നേരം നമുക്ക് ജോലിസിനെ വിളിക്കാം. 5 വർഷം കഴിയാൻ നേരത്ത് എന്ത് സംഭവിക്കും? ഇലക്ഷന് മുമ്പ് ഇതിൽ വലിയ ഡയലോഗായിരുന്നു, സുരേഷ് ഗോപി എന്തായാലും ഇവിടെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് കേരളത്തിലെ മീഡിയ ഒക്കെ ചർച്ച ചെയ്യും. എന്നിട്ട് എന്തുപറ്റി 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ നല്ല കാൻഡിഡേറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്കോ താമരയ്ക്കോ വോട്ട് ചെയ്യാൻ കേരളത്തിൽ മലയാളികൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇവിടുത്തെ ഈ കലാപരിപാടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ നമ്മുടെ കേരളത്തിൻ്റെ പകുതിയുള്ള ഒരു രാജ്യമാണ്. ഇവരെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം കാലമുണ്ടോ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന രാജ്യങ്ങൾ സമജൂതവിരോധമാണ് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിൽ തന്നെയാണ് അവർ ഈ മോഡേൺ ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്, ആ രാജ്യം ഇങ്ങനെ ആക്കിയെടുത്തത്. ചുറ്റുപാടുള്ള രാജ്യങ്ങളൊക്കെ പലതും ദരിദ്ര രാജ്യമാണ്. ഇറാനെയൊക്കെ പറയുന്ന കേട്ടു ഇവിടെ ആൾക്കാർ. ഇറാൻ്റെ കാര്യം പറയുന്നത് വലിപ്പമൊക്കെ വലുതാണ്, ശരിയാണ്. പക്ഷേ എന്ത് പറ്റി? ഇപ്പം എത്ര ദിവസമായി ആദ്യമേ കയറി അടിച്ച് ഇസ്രായേലാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇസ്രായേലിൽ ഹോസ്പിറ്റലിന് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ നോക്കുന്നിട്ട് കുറേ ആൾക്കാരും ആഘോഷിക്കുന്നതാണ്. കുറേയൊക്കെ വീഡിയോ ഗെയിമിൻ്റെ കലാപരിപാടിയാണ്. ഈ PUBG കളിക്കുന്ന പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ കുറേ ആൾക്കാർ PUBG കളിക്കുന്ന, ഇപ്പം ഇസ്രായേലിൽ അത് തകർന്നു, പുക വരുന്നു, ഇത് വരുന്നു, നാട്ടുകാരെല്ലാം ഓടുന്നു, ഇസ്രായേൽ ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഈ PUBG വീഡിയോ ഗെയിം നിലവാരത്തിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബോധമുള്ളവർക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ചില ആൾക്കാർ ഈ സാധനം എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഇസ്രായേലിൽ ഏതോ ഫ്ലൈറ്റ് എയർപോർട്ടിൻ്റെ ഭാഗത്ത് തീയൊക്കെ വരുന്നതായിട്ടും പ്ലെയിനൊക്കെ ചരിഞ്ഞ് കിടക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഏതോ 80 കാലത്തോ വസന്തം എഡിറ്റ് ചെയ്ത് കൊടുത്ത സംഭവമാണ്. ഇതും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്നത്. ഇതിൽ ഈ ടൈപ്പ് വീഡിയോ ഷെയർ ചെയ്യുന്ന വലിയൊരു ഭാഗം മീഡിയ വണ്ണിൻ്റെ ഫാൻസ് ആണെന്നുള്ളത്. ഞാൻ മീഡിയ വൺ സത്യത്തിൽ കാണുന്നത് അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിക്കാനാണ്. ചിരിക്കുക, തിരിച്ചു വരിക, അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസായിട്ടാണ് ഞാൻ കാണുന്നത്. കളിപ്പിക്കുന്ന മുഴുവൻ ആരെയാണെന്ന് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ആൾക്കാർ ആഘോഷിക്കും. ഈ ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ടാറ്റയുടെ സ്റ്റുഡിയോയ്ക്ക് മുമ്പിൽ പോയി മനുഷ്യാവകാശത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി കരഞ്ഞത്. അത് ആലോചിച്ച് നോക്കി, എന്ത് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താ? മനുഷ്യന് വേണ്ടിയുള്ള. അപ്പോൾ ഒരു സൈഡിൽ നിങ്ങളെ കരയും, മറ്റൊരു സൈഡിൽ കണ്ടെന്നിട്ട് നല്ല സന്തോഷം. ഏത് ഒരു ഹോസ്പിറ്റലിൽ നേരെ ആക്രമണം ഉണ്ടായപ്പോൾ കിട്ടിയപ്പോൾ മേടിച്ചോ എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിക്കുന്നത് ഇതെന്ത് സ്നേഹമാണെന്നും ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്, പഴയ പോലെ ഒന്നുമല്ല. പണ്ടൊക്കെ ഈ അച്ചടി മാധ്യമത്തിൽ നമ്മുടെ കേരളത്തിൽ കുറേ കഥാപ്രസംഗം പറയുന്ന മീഡിയക്കാരും ഇവർ ചുമ്മാ രാവിലെ തൊട്ട് വെള്ളം കോരിയാണ്. ഞാൻ ഇത് ഫോളോ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ നിൽക്കുന്ന മലയാളികളുണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവർ പബ്ലിക്കായിട്ട് റോഡിൽ കൂടെ പോകുന്നു, അവർ താമസിക്കുന്നു, സയറും വരാൻ നേരത്ത് അവരുടെ ഒരു റൂമുണ്ട്, അതിനകത്ത് കയറിയിരിക്കുന്നു, അവരവിടെ സേഫാണ്. ഇതുവരെ ഞാൻ കണ്ടില്ല ഇസ്രായേലിൽ നിന്ന് ആൾക്കാരെ ഇന്ത്യ തിരിച്ചെത്തിക്കുന്നത്. പക്ഷേ ഇറാനിൽ നിന്നും ആൾക്കാരെ തിരിച്ചെത്തിക്കുന്ന വിഷ്വൽസ് ഞാൻ കണ്ടു. അപ്പോൾ എവിടെയാണ് കൂടുതൽ പ്രശ്നമെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ചില ആൾക്കാർ യുറാൻ താണ്ടി ഇസ്രായേലിനെ ഇല്ലാതാക്കിയെന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ കാര്യം പറയാം, ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെയാണ് ശരി. കാരണം അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഭീകരതയ്ക്കെതിരെ പോരാട്ടമാണ്. ഈ കാശ്മീരിൽ നടന്നത് ഭീകരാക്രമണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒക്ടോബർ 7 നടന്നത് സ്വാതന്ത്ര്യ സമരമായിട്ട് കരുതാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയും ബ്രിട്ടീഷുകാരൻ
ഖാന്റെ ഭാര്യയെ കയറി പിടിച്ചിട്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന അവിടുത്തെ അവരുടെ ജനതയെ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങളും ആക്രമിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവരുടെ ജനതയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇസ്രായേലിനെയാണ് പിന്തുണയ്ക്കുന്ന ഈ വിഷയത്തിൽ. ഇത് പറയാൻ പലർക്കും മടിയാണ്. എന്തിനാ മടിക്കുന്നത്? ഇത് ജനാധിപത്യമുള്ള നാടാണ്. എനിക്കും പറയാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ നടക്കുന്ന ഒരു പ്രത്യേക വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അധികാരത്തിന് വേണ്ടി ഇവിടെ പല ആൾക്കാരും പലതും വിഴുങ്ങി, ചില ആൾക്കാരെ വെളുപ്പിച്ച്, ചില ആൾക്കാരെ ഒന്ന് സൂചിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതറിയാത്ത വലിയൊരു ശതമാനം ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ് മതേതരത്വം കളിക്കുന്ന ആൾക്കാർ. ഇത് ഭയങ്കര മതേതരത്വത്തിൻ്റെ കളിയാണ്. നമ്മുടെ നാട്ടിൽ മതേതരത്വം കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പരിപാടിയെല്ലാം വെളുപ്പിക്കണമെന്നാണ് ചില ആൾക്കാർ വിചാരിച്ചു. ഒന്നുമില്ല, അങ്ങനത്തെ മതേതരത്വം ഒന്നും ഇന്ത്യയിൽ ആവശ്യമില്ല കേട്ടോ, ഒരു ആവശ്യമില്ല. അങ്ങനെ എല്ലാം വെളുപ്പിച്ചിട്ടുള്ള മതേതരത്വത്തിനോട് എനിക്കിത് താല്പര്യമില്ല. അതിൽ ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നിങ്ങൾ ഇതുപോലെ സത്യസന്ധമായ ഒരു കാര്യം അഭിപ്രായം പറയാൻ നേരം നിങ്ങൾ പൂർണ്ണമായി നമ്മുടെ കൂടെ നിന്ന് തരാവും. എനിക്കിപ്പോൾ ഒരു 31,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങളൊരു 10 പേരെ കൊണ്ട്, ഈ കാണുന്ന ഒരാൾ 10 പേരെ കൊണ്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യിപ്പിച്ചാണ്ടല്ലോ, ഇത് ആൾക്കാരിലേക്ക് നിങ്ങളൊരു കമൻറ്റ് ഇട്ട് നോക്ക്. ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ ഇവിടെ എന്താ നടക്കുന്നത്. മതേതരത്വ പൊളിറ്റിക്സിനോടും അല്ലെന്നുണ്ടെങ്കിൽ പ്രീണന രാഷ്ട്രീയത്തോടും യോജിക്കുന്നു.